ഹല്ലേലൂയ. നമ്മുടെ വിശുദ്ധ കരങ്ങളിൽ ഉയർത്തി ഒരിക്കൽ കൂടി നമ്മുടെ കർത്താവിനെ മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എത്ര ഒരു സന്തോഷമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാനത് നോക്കുമ്പോൾ നിങ്ങളുടെ മുഖമെല്ലാം വളരെ മ്ലാനമായിരിക്കുന്നു. നമ്മളെല്ലാവരും 2-2.5 മണിക്കൂർ വണ്ടി ഓടിച്ചാണ്, കാർ ഓടിച്ചാണ് ഇവിടെ വന്നത്. ഈ 2-2.5 മണിക്കൂർ ഞാൻ കാർ ഓടിച്ച് വന്നത് അബദ്ധമായി പോയോ എന്ന് വിശ്വസിക്കുന്നവരുണ്ടോ? ഇല്ല. അങ്ങനെയെങ്കിൽ വളരെ ശക്തിയോടുകൂടി നമ്മുടെ കർത്താവിനെ മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മീറ്റിംഗിൽ ലീഡ് ചെയ്യുന്ന കർത്താവിൻ്റെ വലിയ ദാസൻ പാസ്റ്റർ ഷാജി വർഗീസ് അവറുകൾ, അദ്ദേഹം സൗത്ത് റീജിയനിലെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്നല്ലോ. ഈ മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്യുന്ന കർത്താവിൻ്റെ വലിയ ദാസൻ പാസ്റ്റർ സജി ഷാമുവൽ, അദ്ദേഹത്തിൻ്റെ കൂടെ അസിസ്റ്റൻ്റായി പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ വലിയ ദാസൻ ബിജു പാസ്റ്റർ, എക്സിറ്ററിൽ നിന്ന് കടന്നു വന്ന കർത്താവിൻ്റെ വലിയ ദാസൻ ഷിയോഹനൻ പാസ്റ്റർ, ലോർച്ചസ്റ്ററിൽ കടന്നു വന്ന കർത്താവിൻ്റെ വലിയ ദാസൻ ജോൺസൺ പാസ്റ്റർ, അതുപോലെ ജിവിൻ പാസ്റ്റർ, പ്രിയ ജി പാസ്റ്റർ കടന്നു വരാൻ കഴിയില്ലല്ലോ. നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ കടന്നു വരുവാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ സഹായിച്ചതോർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. എൻ്റെ ക്രിസ്തീയ വന്ദനത്തെ നിങ്ങളോട് അറിയിക്കുകയാണ്. തുടർന്നുള്ള അല്പസമയങ്ങൾ നമ്മൾ കർത്താവിൻ്റെ വചനം കേൾക്കുവാൻ വേണ്ടി പോവുകയാണ്. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് കർത്താവ് ഇന്ന് കാലം എന്നോട് സംസാരിക്കണം, എന്നോട് ഒരു നിമിഷം നമ്മുടെ കണ്ണുകളടയ്ക്കണം, കല്ല് സമയങ്ങളെ പ്രാർത്ഥിക്കണം. നമ്മുടെ ഹൃദയങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നാം കടന്നു വന്നിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മൾ സംസാരിച്ചില്ല എങ്കിൽ നാം കടന്നു വന്നത് വെറുതെയായി പോകും. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സംസാരിക്കുന്നുവെങ്കിൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അത് ഒരു വിടുതലായി മാറും. പ്രൈസ് ദി ലോർഡ്. വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അല്പസമയത്തെ അതിരുകളെ തുറന്ന് നമ്മുടെ കർത്താവിന് മുഖത്ത് കൊടുത്താട്ടെ. ഹല്ലേലൂയ. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത് ഞാൻ കടന്നു വരാമെന്ന് വാഗ്ദത്തം ചെയ്ത ദൈവത്തിൻ്റെ സാന്നിധ്യം നടുവിലുണ്ട്. ഹല്ലേലൂയ. അന്തരംഗത്തിൽ അനുഭവിച്ചറിയുന്നവർ അതിരുകളെ തുറന്ന് ആ കർത്താവിൻ്റെ മഹത്വം കൊണ്ട് തുടങ്ങിയാട്ടെ. ഹല്ലേലൂയ. സ്തുതികളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആ വലിയ സാന്നിധ്യം ഇന്ന് പകൽക്കാലം അനുഭവിച്ചറിയുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ. യഹോവ നല്ലവനെ രുചിച്ചറിവേ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാനാണ്. ഇന്ന് പകൽക്കാലം നാം കടന്നു വന്നത് ദൈവസാന്നിധ്യം അനുഭവിപ്പാനാണ്. അനുഭവിപ്പാൻ കഴിയുവാൻ ഹല്ലേലൂയ, അനുഭവിപ്പാൻ കഴിയുന്നവർ ഹല്ലേലൂയ ആ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ദൈവം നമ്മോട് സംസാരിക്കും വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവിനോട് ഇടപെടുമെന്ന് വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ. ആദരത്തോടെ ദൈവത്തിന് മഹത്വം കൊടുത്തു തുടങ്ങിയാട്ടെ. ഹല്ലേലൂയ. വേഗത്താഴ്ചയും 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 ഹല്ലേലൂയ. ഞങ്ങളുടെ സ്വർഗ്ഗീയ നല്ല പിതാവേ, അനുഗ്രഹമേറുന്ന നിമിഷത്തിനായി സ്തോത്രം ചെയ്ത് കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ നടുവിൽ ഓർത്ത് കർത്താവ് സ്തുതിക്കുന്ന കർത്താവേ, ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് വേണ്ടുന്ന ആത്മീയാഹാരം ഞങ്ങൾ വീണ്ടും ഭക്ഷിച്ച് പ്രാപിച്ച് തൃപ്തരായി മടങ്ങിപ്പോകണം കർത്താവേ. ഇന്ന് പകൽക്കാലം അത് സാധിക്കട്ടെ കർത്താവേ. അതിനുവേണ്ടി ഞങ്ങൾ ഒരുക്കുന്ന കർത്താവേ തൃക്കരങ്ങൾ സമർപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഒരിക്കൽ കൂടി നമ്മുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് യെശയ്യാ പ്രവചനം 40-ാം അധ്യായം അതിൻ്റെ 30-31 വാക്യം നമുക്ക് വായിക്കാം. ദ ബുക്ക് ഓഫ് യെശയ്യാ ചാപ്റ്റർ 40. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ബാലിക ക്ഷീണിച്ചു പോകും, യൗവനക്കാരൻ ഇടറി വീഴും, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. എന്നോട് ചേർന്ന് പറയുവാൻ കഴിയുമോ? ബാല്യക്കാർ ക്ഷീണിച്ചു പോകും, യൗവനക്കാരൻ ഇടറി വീഴും, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ഹല്ലേലൂയ. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം
നമ്മുടെ ക്ഷീണങ്ങളെ മാറുന്ന, നമ്മുടെ ബലഹീനതകളെ മാറുന്ന, നമ്മുടെ ഭാരങ്ങളെ മാറുന്ന ഒരു സന്നിധി ഉണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ പാദപീഠമാണ്. വിശ്വസിക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവസന്നിധി ഇരിക്കുമ്പോൾ നമ്മുടെ ഭാരങ്ങൾ മാറിപ്പോകും, നമ്മുടെ പ്രതിസന്ധികൾ മാറിപ്പോകും. ഹല്ലേലൂയ. നമ്മുടെ മനപ്രയാസങ്ങൾ മാറിപ്പോകും. പ്രൈസ് ദി ലോർഡ്. നമ്മളെ അലട്ടുന്ന എല്ലാ വേദനകളും മാറിപ്പോകുന്ന ഇടമുണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ സന്നിധിയാണ്. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി കർത്താവിന് മുഖം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ഇന്ന് സഭകളിൽ നാം നോക്കുമ്പോൾ ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് ഇന്ന് പല സഭകളിലും കേൾപ്പാനില്ല. ഇവിടെ ഇരിക്കുന്ന കർത്തദാസന്മാർക്കറിയാം, മുമ്പിലിരിക്കുന്ന പ്രായമുള്ള അമ്മച്ചിമാർക്കും സഹോദരന്മാർക്കൊക്കെ അറിയാം, പണ്ട് നമ്മുടെ സഭകളിലൊക്കെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് വളരെ വിരളമാണ്. പരിശുദ്ധാത്മാവെന്ന വാക്കുപോലും സഭകളിൽ ഉച്ചരിക്കപ്പെടുന്നില്ല. ഹല്ലേലൂയ. ഇന്നത്തെ തലമുറ പരിശുദ്ധാത്മാവെന്ന വാക്ക് കേട്ടിട്ട് പോലുമില്ല, കേൾപ്പാൻ ആഗ്രഹിക്കുന്നില്ലാത്ത തലമുറയിലാണ് നാം ജീവിക്കുന്നത്. നമുക്കറിയാമല്ലോ, അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ അപ്പോസ്തലനായ പൗലോസ് എഫെസോസിൽ കടന്നു ചെല്ലുമ്പോൾ അവിടെ ചില ശിഷ്യന്മാരെ കണ്ടെത്തി. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കൃപയിൽ നിൽക്കുന്ന ചില വിശ്വാസികളെ അപ്പോസ്തലനായ പൗലോസ് കണ്ടു. അപ്പോസ്തലനായ പൗലോസ് അവരോട് ചോദിക്കുന്ന വലിയൊരു ചോദ്യമുണ്ട്. നിങ്ങൾ വായിച്ചിട്ടുണ്ടെന്ന് ഞാൻ ധരിക്കുന്നത്. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. നിങ്ങൾ വിശ്വസിച്ചിട്ട് എന്തെങ്കിലും ഭൗതിക നന്മകൾ പ്രാപിച്ചോ എന്നല്ല ചോദിച്ചത്. നിങ്ങൾ വിശ്വസിച്ചിട്ട് നിങ്ങളുടെ കടബാധ്യതകൾ മാറിയോ ഇല്ലയോ എന്നല്ല ചോദിച്ചത്. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? ഹല്ലേലൂയ. അവർ പറഞ്ഞ ഒരു മറുപടി ആൻസർ എന്താ പറഞ്ഞറിയാം? പരിശുദ്ധാത്മാവുണ്ട് നിങ്ങൾ കേട്ടിട്ട് പോലുമില്ല. നമ്മുടെ ഇരിപ്പ് കണ്ടാൽ അങ്ങനെ പരിശുദ്ധാത്മാവുണ്ടെന്ന് കേട്ടിട്ട് പോലുമില്ല. കേട്ടിട്ട് വേണ്ട പ്രാപിക്കുക. ഇന്നത്തെ തലമുറ കേൾക്കുവാനോ പ്രാപിക്കുവാനോ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ കേൾക്കുവാനും പ്രാപിക്കുവാനും നീ ഒരുക്കപ്പെട്ടാൽ ആ ദൈവശക്തി നിന്നെ വ്യാപരിപ്പാൻ നടപടിയായിത്തീരും. റോമൻ പ്രകാരമുണ്ട്, വചനം കേൾവിയാലും വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരും. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ദൈവശക്തി പ്രാപിപ്പാൻ കഴിയുന്നത്? വിശ്വസിച്ചാൽ മാത്രമേ ദൈവശക്തി പ്രാപിപ്പാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ഒന്നും പറഞ്ഞാൽ ദൈവദാസന്മാർ ആത്മനിലവിൽ വചനം സംസാരിക്കുമ്പോൾ നീ അത് കേട്ട് വിശ്വാസത്തോടെ ഏറ്റെടുത്താൽ മാത്രമേ നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുള്ളൂ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കേട്ടു വിശ്വസിക്കണം. വിശ്വസിച്ചാൽ മാത്രമേ എന്നിൽ നിന്നിലും ദൈവത്തിന്റെ ശക്തി വ്യാപരിപ്പാൻ നടപടിയായി തീരുകയുള്ളൂ. ഹല്ലേലൂയ. ഇന്നത്തെ തലമുറ ഒത്തിരി മാറിപ്പോയി. ഇന്നത്തെ തലമുറ എന്ന് പറയുമ്പോൾ നിങ്ങളെ നോക്കരുത്, എനിക്ക് വലിയ പ്രായമൊന്നുമില്ല. ഇവിടെ കർത്തദാസന്മാരൊക്കെ എല്ലാം ഒത്തിരി ചെറിയമില്ല, വലിയ പ്രായമില്ല. എന്നൊക്കെ പ്രായമുള്ളവരെ എനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നത്തെ തലമുറയുടെ ഞാൻ പഠിച്ചൊരു കാര്യമാണ്, എല്ലാവർക്കും വചനം മതി, ഏത് വേണ്ട, ശക്തി വേണ്ട. എന്ത് മതി? വചനം. ദൈവാസ ഞങ്ങൾ വചനം കേട്ടോളാം, ബുക്കൊക്കെ ആയിട്ടിരുന്ന് ഇത് നല്ലതാണ്. അതിനുശേഷം ഒരു മാർക്ക് ഇന്നത്തെ കർത്തദാസന്റെ മെസ്സേജിന് ഇത്ര പോയിന്റ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇന്ന പോയിന്റ് കൊള്ളത്തില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ മാർക്കിട്ട് ഇങ്ങനെ പോവുകയാണ്, എല്ലാം പ്രാപിക്കുന്നുണ്ട്. ഹല്ലേലൂയ. എന്നാൽ തെസ്സലോനിക്ക ലേഖനം 1 തെസ്സലോനിക്ക ലേഖനം
അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതുമ്പോൾ അവിടെ ഇപ്രകാരം എഴുതി. എന്താ എഴുതിയത്? ഞങ്ങൾ നിങ്ങളുടെയും ഒന്ന് വായിച്ചാട്ടെ. 1 തെസ്സലോനിക്കയുടെ ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യം വായിച്ചാട്ടെ. 1 തെസ്സലോനിക്ക. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഞങ്ങളുടെ സുവിശേഷം നിങ്ങളുടെ അടുക്കൽ എത്തിയത് വെറും വചനമായിട്ടല്ല, അത് ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടിയായിരുന്നു. കാര്യങ്ങളൊക്കെ സ്തോത്രം ചെയ്യുവാൻ കഴിയുമോ? ഹല്ലേലൂയ. വചനത്തിനകത്ത് ശക്തിയുണ്ട്. അത് പ്രാപിപ്പാൻ കഴിയുന്നില്ല എങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മിൽ വെളിപ്പെടത്തില്ല. ഹല്ലേലൂയ. വചനം കേൾക്കുമ്പോൾ അതിന്റെ ശക്തിയും കൂടെ പ്രാപിപ്പാൻ തക്കവണ്ണം എന്ന് പറഞ്ഞാൽ ഈ ദൈവവചനം ഏത് ആത്മാവിനാൽ എഴുതപ്പെട്ടുവോ അതേ ആത്മാവിനാൽ ഏറ്റെടുപ്പാൻ കഴിഞ്ഞാൽ മാത്രമേ ദൈവശക്തി എന്റെ മേലും നിന്റെ മേലും വ്യാപരിക്കത്തുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് പറഞ്ഞ കാലം നമ്മുടെ സഭകളിലൊക്കെ ദൈവദാസന്മാർ ദൈവവചനം സംസാരിക്കുമ്പോൾ മാർക്കിടുവാൻ വേണ്ടി നാം ഇരിക്കരുത്. ഹല്ലേലൂയ. മാർക്കിട്ട കുഴപ്പമില്ല, പ്രാപിക്കുന്നതേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ദൈവദാസന്മാർ വചനം സംസാരിക്കുമ്പോൾ പോയിന്റ് ഉണ്ട്, പോയിന്റ് ഇല്ലെങ്കിലും പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവശക്തി വ്യാപരിക്കുന്നുണ്ടെങ്കിൽ ദൈവമേറ്റോട്ടോ. ഹല്ലേലൂയ. കഴിവുള്ള പൗലോസിനെയും കഴിവില്ലാത്ത പത്രോസിലൂടെയും ദൈവശക്തി വ്യാപരിച്ചെങ്കിൽ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിക്ക് നമ്മുടെ എഡ്യൂക്കേഷൻ അതിന് ഗ്യാരണ്ടി അല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കഴിവുകളെല്ലാം മാറ്റി വെച്ചിട്ട് പ്രൈസ് ദി ലോർഡ് ദൈവശക്തി വ്യാപിക്കണമെങ്കിൽ വചനമുള്ളതുപോലെ അതിന് ശക്തിയോടെ ഏറ്റെടുത്താൽ എന്നിലും നിന്നിലും നാം ദൈവശക്തി വ്യാപിപ്പാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്നത് ദൈവം പ്രവർത്തിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമായി മാറണം. വിശ്വസിക്കുന്നവരുണ്ടോ? ഹല്ലേലൂയ. നമ്മുടെ ഈ ശരീരം ദൈവിക പ്രവൃത്തിക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമായി മാറണം. ഹല്ലേലൂയ. റോമാലേഖനം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ അപ്പോസ്തലനായ പൗലോസ് റോമാ സഭയോട് പറയുന്നുണ്ട്, ഈ ശരീരം നമ്മുടെ സ്വന്തം ശരീരമല്ല എന്ന് പറഞ്ഞാൽ ഇത് വില കൊടുത്ത് വാങ്ങിയ ഒരുവനുണ്ട്. ആരെ വില കൊടുത്ത് വാങ്ങിയത്? നമുക്ക് വേണ്ടി കാൽ പോയി, നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്ന, നമുക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം വരെ ഊറ്റിക്കൊടുത്ത് നമ്മളെ വിലക്ക് വാങ്ങിയതുകൊണ്ട് ഈ ശരീരം നമുക്കുള്ളതല്ല. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഈ ശരീരം നമുക്കുള്ളതല്ലെങ്കിൽ ഈ ശരീരം കൊണ്ട് നാം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടിയായിത്തീരണം. ഹല്ലേലൂയ. നാം ദൈവത്തിൽ വന്നിട്ട് അടങ്ങിയിരിക്കുവാനല്ല, ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഹല്ലേലൂയ. ജോലി ചെയ്യുവാൻ നമുക്ക് കരങ്ങൾ ദൈവം ബലം തന്നു, നടക്കുവാൻ കാലിന് ബലം തന്നു, സംസാരിപ്പാൻ നാവിന് ബലം തന്നെങ്കിൽ നാം പലപ്പോഴും ആരാധന കടന്നു വരുമ്പോൾ കരം കെട്ടി നാവടച്ചുകൊണ്ട് നാം പലപ്പോഴും ആരാധിക്കാതെ മാറിയിരിക്കുമ്പോൾ നമ്മിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ ഹല്ലേലൂയ 6 ദിവസവും നീ ലോകത്തിന്റെ സമ്പത്തിന് വേണ്ടി അല്ലെങ്കിൽ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഓടിയെങ്കിൽ 7-ാം ദിവസം ദൈവത്തിൽ കടന്നു വന്നിരിക്കുമ്പോൾ അടങ്ങിയിരിക്കരുത്. ഹല്ലേലൂയ. ആരോഗ്യം തന്ന, ബലം തന്ന, ആയുസ് തന്ന ദൈവത്തെ മുഴുവത്തോടെ ശക്തിയോടുകൂടെ ശരീരം വിട്ടുകൊടുത്തുകൊണ്ട് ആദരത്തോടുകൊണ്ട് ഹല്ലേലൂയ ആദരങ്ങളെ കൽപ്പിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുമെങ്കിൽ ഹല്ലേലൂയ എന്നേലും ദൈവത്തിന്റെ പ്രവൃത്തി വ്യാപരിപ്പാൻ വേണ്ടിയായിത്തീരും. ഹല്ലേലൂയ. ഇന്ന് പ്രകാരം നിന്റെ ശരീരം ദൈവം പ്രവർത്തിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമായി മാറുവാൻ വേണ്ടിയായിത്തീരണം. ഹല്ലേലൂയ. അങ്ങനെ മാറിയാൽ നിങ്ങളുടെ വ്യാപരിക്കുന്ന ചില രോഗബന്ധനങ്ങൾ ഹല്ലേലൂയ നിന്നെ അലട്ടുന്ന ചില മാനസിക പ്രയാസങ്ങൾ, നിന്നെ അലട്ടുന്ന ശത്രുവിടുന്ന ചില തന്ത്രങ്ങളും തകർക്കപ്പെടുവാൻ വേണ്ടിയായിത്തീരണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. നാം എപ്പോഴും പറയാറുണ്ട്, ഞാൻ ഒരിക്കലും സഹോദരനെ ചോദിച്ചു, ഇങ്ങനെ ഇരുന്നാൽ മതിയോ? ശക്തി കൊണ്ട് പ്രാപിക്കും. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഏജ് ഓവറാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രായം കഴിഞ്ഞില്ല. ഈ ദൈവങ്ങളാണ് നമുക്ക് പലപ്പോഴും പല തെറ്റിദ്ധാരണകളുണ്ട് അല്ലെ? നമ്മളല്ലാതെ ഒരു സമയമെടുത്ത് വെച്ചിരിക്കുക അല്ലെ? സഭാപ്രസംഗം പറയുന്നുണ്ട് എല്ലാത്തിനും ഒരു ടൈമുണ്ട് അല്ലേ? ജനിപ്പാൻ ഒരു കാലം, മരിപ്പാൻ ഒരു കാലം. നിങ്ങളാരും വായിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. നടുവാൻ ഒരു കാലം, നട്ടത്
പഠിപ്പാനൊരു കാലം. എന്താ പറയുക, നമ്മളൊരു സമയം ശരിക്കുകയാണ് രക്ഷിക്കപ്പെടുന്ന ഒരു കാലമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങാനും വന്ന് എൻ്റെ മോളെ കൊണ്ടിരിക്കുന്നത് ആ മോള് നിങ്ങളാണ് പപ്പ എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ നമ്മളോട് പറയും, നിനക്കതിന് പ്രായമായിട്ടില്ല, സമയമാകട്ടെ എന്ന് പറയും. സ്നാനപ്പെടുന്ന ഒരു പ്രായം വെച്ചിരിക്കുകയാണ് അല്ലെ? നാട്ടിലെ കാര്യമാണ് പറയുന്നത്, ഇവിടുത്തെ കാര്യം എനിക്കറിയില്ല അല്ലേ. 10th പാസ്സാകും, 15 വയസ്സാകുമ്പോൾ സ്നാനപ്പെടുക അല്ലേ? കാരണം ആ വർഷം സ്നാനപ്പെട്ടാൽ നീ SSLC പാസ്സാകും അല്ലേ? പരിശുദ്ധാത്മ പ്രാപിക്കാൻ ഒരു പ്രായം വെച്ചിരിക്കുക. ഹല്ലേലൂയ. നാം തിരിച്ചറിയണം, നമുക്ക് ഏജോറാണെങ്കിലും പരിശുദ്ധാത്മാവിന് ഏജോറില്ലെന്ന് തിരിച്ചറിയണം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് കാലഭേദങ്ങൾക്ക് അതീതനാണ്, ടൈം ബൗണ്ടറിക്ക് അതീതനാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനും ഏജോർ തിരിച്ചറിയണോ? ഹല്ലേലൂയ. നീ ഏത് ഏജോറാണെങ്കിലും നീ സമർപ്പിച്ചാൽ അന്ന് വ്യാപിച്ചതുപോലെ, ആദിമ നൂറ്റാണ്ടിൽ വ്യാപിച്ചതുപോലെ ഇന്നും നിന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അറിഞ്ഞു വരും. ഹല്ലേലൂയ. നാം സമർപ്പിക്കപ്പെടണം. ഹല്ലേലൂയ. എനിക്ക് ഏജോറാന്ന് പറഞ്ഞ് മാറിയിരിക്കാതെ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം പലപ്പോഴും എന്താണ് എല്ലാം ബൗണ്ടറി വെച്ച് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്നും പ്രാപിക്കാതെ കടന്നു പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് നമ്മുടെ ഏജോറൊക്കെ മാറ്റി വെച്ചിട്ട് ഏത് ഏജിലും എന്ന് പറഞ്ഞാൽ നിന്റെ ഏത് പ്രായത്തിലും നിനക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ കഴിയും. നീ ഏൽപ്പിച്ചു കൊടുത്താൽ മതി. ഹല്ലേലൂയ. ഞാൻ നേരത്തെ ഓർപ്പിച്ചല്ലോ, ഇന്ന് സഭകളിൽ ഇന്ന് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഒന്നും വെളിപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നിന്ന് പോയിട്ടില്ല, അതുകൊണ്ട്. പക്ഷേ ഇന്ന് സഭകളിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഒരു ചിന്തകൻ പറഞ്ഞിരിക്കുന്നത്, ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നിന്ന് പോകാനുള്ള ചില കാരണങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഈ പെന്തക്കോസ്തിന്റെ അല്ലെങ്കിൽ ആദിമ വിശ്വാസത്തിന്റെ പ്രാരംഭം എന്ന് പറയുന്നത് അനുഭവമാണ്. അനുഭവം എന്ന് പറഞ്ഞാൽ എല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് അനുഭവം പ്രാപിച്ചപ്പോൾ അനുഭവത്തിന്റെ പുറകെ പോകുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ശക്തി അനുഭവമാക്കി കളഞ്ഞപ്പോൾ കിട്ടേണ്ടതെല്ലാം നഷ്ടപ്പെടുത്തി പ്രലോഭനം ഉണ്ടായിരുന്നു. മടങ്ങി വന്നാൽ തരാം, തിരികെ തന്നേക്കാം, ഇരട്ടി തന്നേക്കാം, മടങ്ങി വരണം. പക്ഷേ ആ പ്രലോഭനങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് അറിഞ്ഞ വിശ്വാസത്തിന് വേണ്ടി അനുഭവമാക്കിക്കൊണ്ട് അവർ ഓടി. ഹല്ലേലൂയ. അടുത്ത ജനറേഷൻ കടന്നു വന്നപ്പോൾ അനുഭവം മാറി അനുകരണമായി. അനുകരണം എന്ന് പറഞ്ഞാൽ അവരെ പോലെയാകുവാൻ ശ്രമിക്കുക, മോഡലാണ്. നാം ദൈവത്തിൽ പഠിക്കുമ്പോൾ കാണുന്നുണ്ട്, നിങ്ങളെ നടത്തിയവരെ നിങ്ങൾ മാതൃകയാക്കി പോയി. നല്ല കാര്യം, അത് നല്ല കാര്യം. അവർ നടന്നതുപോലെ നടക്കുക, അവരെ വിശ്വാസ ജീവിതത്തിൽ നടന്നതുപോലെ നടക്കുക, പ്രസംഗിച്ചതുപോലെ പ്രസംഗിക്കുക, പ്രാർത്ഥിക്കുന്നതുപോലെ പ്രാർത്ഥിക്കുക, അവർ ഓടിയതുപോലെ ഓടുക, നല്ല കാര്യം, അതും തെറ്റില്ല. എന്നാൽ അടുത്ത തലമുറ വന്നപ്പോൾ അനുഭവമില്ല, അനുഗമവുമില്ല, പിന്നെന്തായി? പാരമ്പര്യം. ശരിയാണോ പറയുന്നത്? പാരമ്പര്യം. ഹല്ലേലൂയ. പാരമ്പര്യം കടന്നു വന്നപ്പോൾ എന്ന് പോലും അനുഭവമല്ല, നഷ്ടപ്പെട്ടിട്ടുള്ളത്. നാം പലപ്പോഴും ഈ പാരമ്പര്യത്തിൻ്റെ പാരമ്പര്യത്തിൽ കുടിക്കിടക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വാസം ചെയ്ത് നിൽക്കാൻ തുടങ്ങിയിട്ട് ഇത്ര വർഷമായി, ഞാൻ ഇത്രാമത്തെ തലമുറയാണ്, അല്ല ഇത്രാമത്തെ ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നാം നിൽക്കുക. ഞാൻ ഇപ്രാവശ്യം കേട്ടിട്ടുണ്ട്, ഒരു സഭയിൽ ഒരു അച്ചാനുണ്ട്. അദ്ദേഹം ആ സഭയിൽ പ്രധാന മൂപ്പനെന്ന് മനസ്സിലാകുന്നുണ്ട്, മെയിൻ ഇലക്ട്രീഷ്യനാണ്. അദ്ദേഹം പുറകിൽ ഒരു കസേരയിട്ടുണ്ട്. അപ്പോൾ അവിടെ മാറി വന്ന സെൻട്രൽ മിനിസ്റ്റർ, അദ്ദേഹം പുതിയതായി ചാർജ് എടുക്കുകയാണ്. അപ്പം അദ്ദേഹം കടന്നു വന്നപ്പോൾ എല്ലാ സഭയും വിസിറ്റ് ചെയ്തു. അങ്ങനെ ഈ സഭയിൽ ഈ സെൻട്രൽ പാസ്റ്റർ കടന്നു വന്നു. സെൻട്രൽ പാസ്റ്റർ കടന്നു വന്നപ്പോൾ ആരാധന നടക്കുകയാണ്. ഈ അച്ചാൻ എങ്ങനെയൊന്നും സാക്ഷ്യം പറയുന്നത്.
അച്ഛനും സാക്ഷ്യം പറയും. എന്നാൽ ഈ ഗസ്റ്റുകൾ വന്നാൽ അച്ഛൻ ഈ സാക്ഷ്യം ഒന്ന് പറയുക. അങ്ങനെ ഒരു പ്രധാന മൂപ്പൻ നമ്മുടെ സഭകളൊക്കെ ഒരു പ്രധാന, അതായത് പറഞ്ഞില്ലല്ലോ, പ്രധാന മൂപ്പൻ. ഈ പ്രധാന മൂപ്പനെ വിളിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കൊടുത്തേക്കണം. കുറച്ച് സൈഡിൽ ഇരുന്നുണ്ട്, വേറെ വിഷയങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ ഗസ്റ്റ് പാസ് വന്നപ്പോൾ സാക്ഷ്യത്തിൻ്റെ സമയം കൊടുത്തു, എല്ലാവരും സാക്ഷ്യം പറയാൻ തുടങ്ങി. ഇദ്ദേഹവും എഴുന്നേറ്റു. അങ്ങനെ അദ്ദേഹം എഴുന്നേക്കാറില്ല, അദ്ദേഹം എഴുന്നേറ്റു. അദ്ദേഹം എഴുന്നേറ്റിട്ട് പറയുന്ന സാക്ഷ്യം, 30 വർഷമായി ഞാൻ ഈ സഭയുടെ ആദ്യകാല വിശ്വാസിയാണ്. എൻ്റെ ഗ്രാൻഡ് ഫാദറാണ് ഈ സഭയ്ക്ക് സ്ഥലം കൊടുത്തത്. ആ സ്ഥലത്താണ് നമ്മളിപ്പം ആരാധിക്കുന്നത്. ഇത് സഭക്കാർ കേൾക്കാൻ പറഞ്ഞില്ല, സഭക്കാർ കേട്ട് കേട്ട് മടുത്തിരിക്കുന്നതല്ലേ. ആര് കേൾക്കാനല്ല, വന്ന് സെൻട്രൽ ഭാഷ കേൾക്കാൻ വേണ്ടി പറയുന്നത്. കുറേ കാര്യങ്ങൾ പറഞ്ഞു. എന്നാൽ അദ്ദേഹം അവസാനം പറഞ്ഞു, കഴിഞ്ഞ 30 വർഷമായി ഞാൻ ഈ സഭയിൽ നിൽക്കുന്നു. നിങ്ങളെല്ലാവരും എൻ്റെ വിശ്വാസം നിലനിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അദ്ദേഹം പാസ്റ്റർക്ക് അല്ലെങ്കിൽ സെൻട്രൽ പാസ്റ്ററിന് പ്രസംഗിക്കാനുള്ളതായ ടൈം ആയപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ ഉടനെ അദ്ദേഹം പറഞ്ഞു, വിശ്വാസം പറഞ്ഞു, നമുക്ക് ഒരുമിച്ച് ആദ്യം പ്രാർത്ഥിക്കാം. ഒരു നിമിഷം അത് കണ്ണടയ്ക്കാൻ പറഞ്ഞു. ഒരു പ്രത്യേക വിഷയത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകണം. അപ്പം അദ്ദേഹം അവരെല്ലാവരും അത്ഭുതപ്പെട്ടു. അതിൻ്റെ പ്രത്യേക വിഷയം ആരും പ്രാർത്ഥിക്കാൻ വേണ്ടി ഇവിടെ പറഞ്ഞിട്ടില്ല. ഒരു പ്രത്യേക വിഷയം പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. അദ്ദേഹം പറഞ്ഞു, നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് ആ പുറകിരിക്കുന്ന പ്രിയ അച്ചായന് വേണ്ടിയാണ്. ഇപ്പം എല്ലാവർക്കും അത്ഭുതമാണ്, എന്തായി പറയാൻ പോകുന്നത്. അച്ചായൻ പറഞ്ഞ സാക്ഷ്യങ്ങൾ കേട്ടല്ലോ. കഴിഞ്ഞ 30 വർഷമായി ഈ സഭയുടെ ആദ്യകാല വിശ്വാസിയാണ്. ഈ അച്ചായൻ്റെ വല്യപ്പനാണ് ഈ സഭ കൊടുത്തത്. എന്നാൽ പ്രത്യേക ഒരു പ്രാർത്ഥനാ വിഷയം അച്ചായൻ പറഞ്ഞു. അതാ ആ വിഷയം നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്, ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നത്. എന്താണ്? 30 വർഷമായിട്ടും അച്ചായനില്ല, വിശ്വാസത്തിൽ നിലനിൽപ്പില്ല. നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ പറ്റും, അച്ചായൻ താഴെ പോകും. അപ്പം അച്ചായൻ താഴെ പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും ഇങ്ങനെയല്ലേ, നമ്മൾ വിശ്വാസത്തിൻ്റെ പാരമ്പര്യവും പറഞ്ഞ് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ നമ്മുടെ പാരമ്പര്യമൊന്നും വിലപോകുന്നതല്ല. ഹല്ലേലൂയ. ദൈവശക്തി നമ്മുടെ മേൽ വ്യാപരിച്ചാൽ പാരമ്പര്യത്തിന് കെട്ടുകൾ അഴിയപ്പെടും. വിശ്വസിക്കുന്നവരുണ്ടോ? ഹല്ലേലൂയ. ദൈവസന്നിധി ദൈവശക്തി നമ്മുടെ മേൽ വ്യാപരിക്കുമ്പോൾ, ആത്മാവിന് നിറവോടെ ദൈവത്തെ മഹത്വപ്പെടുമ്പോൾ നമ്മുടെ പാരമ്പര്യത്തിൻ്റെ കെട്ടുകൾ അഴിയപ്പെടുവാൻ തക്കവണ്ണം വഴിയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ദൈവശക്തി ഇന്ന് പകൽക്കാലം പ്രാപിച്ചിട്ടേ നമ്മളങ്ങി പോകാവൂ. ഹല്ലേലൂയ. അപ്പോൾ ആദ്യത്തെ തലമുറ അനുഭവമായിരുന്നു, രണ്ടാമത്തെ തലമുറ അനുകരണമായി, മൂന്നാമത്തെ തലമുറ എന്തായി? പാരമ്പര്യമായി. പ്രൈസ് ദി ലോർഡ്. ഇനി അടുത്ത തലമുറയാണ് നമ്മളിപ്പോൾ എത്തപ്പെട്ടിരിക്കുന്ന തലമുറയിലേക്ക് കടന്നു വരുന്നത്. എന്തായി? ഇപ്പോൾ ഈ എല്ലാം മാറിക്കൊണ്ടായി വെറും ചടങ്ങാണ്, വെറും ചടങ്ങ് എന്ന് പറഞ്ഞാൽ ടൈം ലിമിറ്റിനുള്ളിൽ കടന്നു വന്ന് എന്തെങ്കിലും കാട്ടിക്കൂട്ടി കടന്നു പോകുന്ന വെറും ചടങ്ങിൻ്റെ ആരാധനയായി ഇപ്പോൾ ആരാധന മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. 10 മണിക്ക് കടന്നു വരുന്നു, 2 പാട്ട് പാടുന്നു, സങ്കീർത്തനം വായിക്കുന്നു, മെസ്സേജ് കേൾക്കുന്നത് നല്ലതാണ് കേട്ടോ. അല്ലെങ്കിൽ സമയത്ത് നിർത്തണം. സമയം നിർത്തിയില്ലെങ്കിൽ എന്ത് ചെയ്യും? അതും വിഷയം. പ്രൈസ് ദി ലോർഡ്. സമയം നിർത്തിയില്ലെങ്കിൽ അതും വിഷയം. നമുക്കറിയാം, നമുക്ക് രാജ്യത്ത് ആയിരിക്കുമ്പോൾ ടൈമിന് വളരെ പരിമിതികളുണ്ട്, ശരിയാണ്. പക്ഷേ നാം 1 മണിക്കൂറോ 2 മണിക്കൂറോ 3 മണിക്കൂറോ ദിവസം ഇരുന്നിട്ട് നമ്മൾ എന്തും പ്രാപിച്ചിട്ട് പോകുന്നുണ്ടോ? ഹല്ലേലൂയ. അതാണ് ചോദ്യം. ഹല്ലേലൂയ. 5 മിനിറ്റ് കിട്ടിയില്ലെങ്കിലും 1 മണിക്കൂറോ കിട്ടിയില്ലെങ്കിലും പ്രാപിക്കേണ്ടത് പ്രാപിച്ചിട്ട് മടങ്ങി പോകാവുള്ളൂ. ഹല്ലേലൂയ. വെറുതെ ചടങ്ങിന് വേണ്ടി നമ്മുടെ ആരാധനകൾ നമ്മൾ മാറ്റിവെക്കരുത്. ഹല്ലേലൂയ. ഞായറാഴ്ചയാണെന്ന് അറിയുമ്പോഴാണ്, അന്ന് രാവിലെ എടുക്കുമ്പോഴാണ് ഞായറാഴ്ചയാണെന്ന് പലപ്പോഴും അറിയുന്നത്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ചെറുപ്പത്തിലാട്ടോ 10 മണിക്കുന്ന ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9:30 വിശ്വാസം എന്ത് ചെയ്യും? എത്തും അപ്പച്ചന്മാരും അമ്മച്ചന്മാരൊക്കെ. എന്നിട്ട് അവിടെ കണ്ട് വർത്താനം പറയുകയല്ല, അകത്ത് കയറി എന്ത് ചെയ്യും? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എന്താ പ്രാർത്ഥിക്കുക? കർത്താവേ,
ഇന്നത്തെ ആരാധനയിൽ ദൈവശക്തി വ്യാപരിക്കണം. ആത്മാവിന്റെ നിറവോടുകൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഞങ്ങളുടെ കർത്താവദാസനെ ആത്മബലത്തോടുകൂടെ നിർത്തണം. അങ്ങനെ പ്രാർത്ഥിച്ച് ആരാധിക്കുന്ന ആരാധനയിൽ ദൈവത്തിന് വിടുതൽ സംഭവിക്കും. രോഗികൾ സൗഖ്യമാകും, ഭൂതങ്ങൾ വിട്ടുപോകും, രോഗബന്ധങ്ങൾ അഴിയുമായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കിയേ. ഹല്ലേലൂയ. ഒരു 10 മിനിറ്റ് മുൻപ് കടന്നു വന്ന് അല്പസമയം ആലയത്തിൽ നിന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ. ആമേൻ. ഒരുപക്ഷെ നിങ്ങളിലൂടെ ആയിരിക്കാം അന്നത്തെ ആരാധനയിൽ ദൈവം വൻകാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെയാണ് തീരുമാനത്തൊക്കെ വേണം. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അല്പസമയം ദൈവസന്നിധിയിൽ കാത്തിരുന്നുകൊണ്ട് ഹല്ലേലൂയ ഇന്ന് പകൽക്കാലത്തെ ആരാധനയിൽ ഒരു ദൈവശക്തി വ്യാപരിക്കണമെന്ന് ആത്മാർത്ഥതയോടെ നീ പ്രാർത്ഥിച്ച നീ മറ്റുള്ളവരെ നോക്കരുത്. മറ്റുള്ളവർ പ്രാർത്ഥിക്കുന്നുണ്ടോ ഇല്ലയോ, അവര് നമ്മെ അവർ സംസാരിക്കുന്നുണ്ടോ ഇല്ലയോ നീ നോക്കണ്ട. ഹല്ലേലൂയ. നിന്നെ നീ ചെയ്യുവാണ്ടക്കോണം എഴുന്നേറ്റ നിന്നിലൂടെ വൻകാര്യങ്ങൾ ചെയ്യുവാണ്ടക്കോണം ദൈവശക്തനാണ് വിശ്വസിക്കുന്നവർ കാൽമുടിയത്തെ ആ ദൈവത്തിനാൽ നമ്മൾ കഴിയുമോ? ഹല്ലേലൂയ. ഈ ലോകക്കാലം നമ്മളെ ആരാധന ചടങ്ങിന്റെ ആരാധന മാറരുത്. ഹല്ലേലൂയ. പെന്തക്കോസ്തിന്റെ ആരാധന ചടങ്ങിന്റെ ആരാധനയല്ല, അത് ആത്മാവിലും സത്യത്തിലുള്ള ആരാധനയാണ്. ഹല്ലേലൂയ. സ്ത്രീ യേശു പറയുന്നുണ്ട്, ഞങ്ങളുടെ പിതാക്കന്മാർ ഹല്ലേലൂയ നിങ്ങളുടെ പിതാക്കന്മാർ പറയുന്നു യേശുവിനെ ആരാധിക്കണമെന്ന്. അത് ചടങ്ങിന്റെ ആരാധനയാണ്. ഞങ്ങളുടെ പിതാക്കന്മാർ പറയുന്നു ഈ മണിൽ ആരാധിക്കണമെന്ന്. അത് ചടങ്ങിന്റെ ആരാധനയാണ്. യേശു പറഞ്ഞു ചടങ്ങിന്റെ ആരാധന യേശുവിലും ഈ മണിൽ വെളിപ്പെടുമ്പോൾ ആമേൻ. യഥാർത്ഥ ആരാധന ചടങ്ങിന്റെ ആരാധനയല്ല, ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധനയാണ്. അങ്ങനെ ആരാധന കാഴ്ചവെക്കേണ്ടതാണ്. ആമേൻ. സമർപ്പിക്കപ്പെടുന്ന എത്ര ജീവിതങ്ങളുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അടുത്തൊരു കാരണം എൻ്റെ പ്രാർത്ഥന കൂടി എനിക്ക് കിട്ടിയതാണ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവുണ്ട്, അതുകൊണ്ട് ഈ ശക്തി ഒന്നും പ്രാപിക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ കർത്താവിനെ വിശദമായി സ്വീകരിച്ചപ്പോൾ എന്നിൽ എന്തുണ്ട്? പരിശുദ്ധാത്മാവുണ്ട്, അതുകൊണ്ട് ഇതിൻ്റെ ആവശ്യമില്ല. ഞാൻ ചോദിച്ചോളൂ, ദൈവത്തിന്റെ പരിശുദ്ധാത്മ നമ്മളിലുണ്ട്. 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിൽ യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? പൗലോസ് പറയുകയാണ്, നിങ്ങളിൽ എന്തുണ്ട്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉണ്ട്. ഹല്ലേലൂയ. അതുപോലെ തന്നെ 1 കൊരിന്ത്യർ ലേഖനം 6:14 കാണുന്നുണ്ട്, നിങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ്. പ്രൈസോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവ് വസിക്കുന്ന ഇടമാണെന്ന് പൗലോസ് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മളിൽ പരിശുദ്ധാത്മാവുണ്ട്. ശരിയാണ്. എൻ്റെ ചോദ്യം, നമ്മളിൽ പരിശുദ്ധാത്മാവുണ്ടെന്ന് പറയുകയും സംസാരിക്കുകയും ചെയ്യുന്നു, പക്ഷേ നിന്നിലുള്ള പരിശുദ്ധാത്മാവുമായി നമുക്ക് ബന്ധമുണ്ടോ? എനിക്ക് ബന്ധമുണ്ടോ? ഹല്ലേലൂയ. നമ്മളിൽ പരിശുദ്ധാത്മാവുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ പരിശുദ്ധാത്മാവുമായി നിനക്ക് വ്യക്തിപരമായി ബന്ധമുണ്ടായിരിക്കണം. മനസ്സിലാക്കിയവരുണ്ട്. ഹല്ലേലൂയ. എന്നിൽ പരിശുദ്ധാത്മാവുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ പരിശുദ്ധാത്മാവുമായി നമുക്ക് വ്യക്തിപരമായി ബന്ധമുണ്ടായിരിക്കണം. ഹല്ലേലൂയ. നമുക്കറിയാമല്ലോ ഈ ഇലക്ട്രിക് ട്രാൻസ്ഫോമർ നമുക്കറിയാം. ഇലക്ട്രിക് ട്രാൻസ്ഫോമർ ഇവിടെ എല്ലാം ഉണ്ട്. നമ്മൾ ഇന്ത്യയിലുള്ള ഇവിടെ എല്ലാം ഉണ്ട് ഇലക്ട്രിക് ട്രാൻസ്ഫോമർ. ഇലക്ട്രിക് ട്രാൻസ്ഫോമർ നമുക്കറിയാം ഒരു മൂലയ്ക്ക് വെച്ചിട്ടുണ്ട്, ഒരു സൈഡിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ചിലപ്പോൾ അത് തുരുമ്പ് പിടിച്ചതായിരിക്കാം, വലിയ കാണാൻ വലിയ രസമൊന്നുമില്ല. ഇതിങ്ങനെ സൈഡിൽ വെച്ചിരിക്കുക. നമ്മൾ തോന്നും ഇത് ചുമ്മാ ഇരിക്കുകയാണ്. എന്നാൽ ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടെന്ന് അറിയണമെങ്കിൽ അടുത്ത് എന്തെങ്കിലും കേൾക്കാം, ഒരു ശബ്ദം കേൾക്കാം, അടുത്ത് തന്നെ കേൾക്കത്തുള്ളൂ. കാരണം ആ ട്രാൻസ്ഫോമർ പറയുന്നത് എന്നിൽ ഒന്നുണ്ട്, ശക്തിയുണ്ട്. ഹല്ലേലൂയ. എങ്ങനെ ശക്തി വന്നത്? അകലെയുള്ള ഏതൊരു പവർ സ്റ്റേഷനുമായി ഈ ട്രാൻസ്ഫോമർ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. അകലെയുള്ള ഒരു പവർ സ്റ്റേഷനുമായി ഈ ട്രാൻസ്ഫോമർ ബന്ധിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് അതിനുള്ളിൽ ഒന്നുണ്ട്, ശക്തിയുണ്ട്. ഹല്ലേലൂയ. അത് അടുത്ത് ചെന്നാൽ മാത്രമേ അറിയത്തുള്ളൂ. ഹല്ലേലൂയ. എന്നിലും നിങ്ങളിലും ദൈവശക്തി ഉണ്ടെന്ന് തിരിച്ചറിയണമെങ്കിൽ ആ പവർ സ്റ്റേഷനുമായി ബന്ധമുണ്ടായിരിക്കണം. ഏതാ പവർ സ്റ്റേഷൻ?
പരിശുദ്ധാത്മാവെന്ന പവർ സ്റ്റേഷനുമായി നിനക്ക് ബന്ധമുണ്ടായിരിക്കണം. ഇല്ലായെങ്കിൽ ആമേൻ ഹല്ലേലൂയ, നീ ജീവനില്ലാത്ത ഒരു പവർ സ്റ്റേഷനാണ്. അങ്ങനെ പറഞ്ഞാൽ പരിശുദ്ധാത്മാവൊന്നും ഉണ്ട് എന്ന് പറയുകയും ആ പരിശുദ്ധാത്മാവുമായി ബന്ധമില്ല എങ്കിൽ നമ്മൾ ഡെഡ് ബോഡിയാണ്. ഞാൻ പറഞ്ഞതല്ല, ദൈവത്തിന് പറയുന്നത്. വെളിപ്പാട് പുസ്തകം റെവലേഷൻ 3 ചാപ്റ്റർ 3 പഠിക്കുമ്പോൾ അവിടെ ഒരു സഭയോട് പറയുന്നുണ്ട്, ഏതാണ്? നിനക്ക് ജീവനുണ്ടെന്ന് പേരുണ്ടെങ്കിലും നീ ആരാണ്? അപ്പൊ ആരാണ്? ഡെഡ് ബോഡിയാണ്. വിശ്വാസികളോട് പറയുന്നത്, ലോകക്കാരോടല്ല പറയുന്നത്. നിനക്ക് ജീവനുണ്ടെന്ന് പേരുണ്ടെങ്കിലും നീ ആരാണ്? മരിച്ചവനാണ്. ചാകാറായ ശേഷികളെ ശക്തീകരിക്കാം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവുമായി നിനക്ക് ബന്ധമില്ല എങ്കിൽ നീ ആത്മീയമായി മരിച്ചവനാണ്. നിനക്ക് ജീവൻ വ്യാപരിക്കത്തില്ല. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിനെ അളവ് കൂടാതെ കൊടുക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. ഇന്ന് പകൽക്കാലം ആ ശക്തി പ്രാപിച്ചിട്ട് നീ മടങ്ങിപ്പോകാവൂ. ഹല്ലേലൂയ. അപ്പോൾ ഈ ട്രാൻസ്ഫോമറിനകത്ത് ശക്തി ഉണ്ടെന്ന് അറിയണമെങ്കിൽ അടുത്തിരുന്നാൽ മതി, അതിന് ശബ്ദമുണ്ട്. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം, ഈ ട്രാൻസ്ഫോമറിൽ നിന്നും ലൈൻ വലിക്കുന്നുണ്ട്, അല്ലെ? ലൈൻ വലിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ലൈൻ ചെയ്യുന്നതല്ല എന്ത് ചെയ്യും? ഈ ട്രാൻസ്ഫോമറിനുള്ള ശക്തി വ്യാപരിക്കും. ശക്തി വ്യാപരിക്കും, വെളിച്ചമുണ്ടാകും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. എന്നെയും നിങ്ങളെയും ദൈവം ദേശത്തിന് ട്രാൻസ്ഫോമറാക്കി വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. നിന്നിലൂടെ എവിടെയെല്ലാം ലൈൻ ചെല്ലുമോ അവിടെയെല്ലാം നിന്നിലൂടെ ശക്തി വ്യാപരിക്കണം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പോസ്മോത്ത് എന്ന പട്ടണത്തിന്റെ ട്രാൻസ്ഫോമറാക്കി നിങ്ങളെ ദൈവം വെച്ചിരിക്കുമ്പോൾ ഹല്ലേലൂയ, നിങ്ങളിലൂടെ എവിടെയെല്ലാം ഇതിന് ദേശത്തിന്റെ എവിടെയെല്ലാം ലൈൻ ചെല്ലുമോ അവിടെയെല്ലാം ശക്തി വ്യാപരിക്കണം. ഹല്ലേലൂയ. ഈ ഇംഗ്ലണ്ടിൽ ദൈവം നമ്മളെ ഓരോ ട്രാൻസ്ഫോമറാക്കി വെച്ചിരിക്കുമ്പോൾ നമ്മൾ ജീവനുള്ള ശക്തി വ്യാപിക്കുന്ന ട്രാൻസ്ഫോമറാക്കി നിൽക്കുവാൻ കഴിഞ്ഞാൽ നമ്മളിലൂടെ നമ്മുടെ ലൈനെല്ലാം എവിടെ ചെല്ലുമോ അവിടെയെല്ലാം അതിന് ശക്തി വ്യാപിക്കും, അത് ദൈവപ്രവൃത്തി വ്യാപിക്കും. ഹല്ലേലൂയ. ജാതികൾ വെളിച്ചത്തിലേക്ക് കടന്നു വരും, അനേക ആത്മാക്കൾ സഭയിൽ കടന്നു വരുവാനുള്ള ഗുണമിടിയായിത്തീരും. വിശ്വസിക്കുന്നവരുണ്ടോ? ഹല്ലേലൂയ. ദൈവപ്രവൃത്തിക്ക് വേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കുക. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവശക്തി വ്യാപരിക്കുന്ന ഒരിടമായി നമ്മുടെ ശരീരം മാറും. ഹല്ലേലൂയ. നമ്മളെത്ര പാടിയത് കൊണ്ടോ പ്രസംഗിച്ചത് കൊണ്ടോ ആരാധന കടന്നു വന്നതുകൊണ്ടോ ഹല്ലേലൂയ ദൈവസാന്നിധ്യം ഇറങ്ങി വരണമെന്നില്ല. ദൈവസാന്നിധ്യം ഇറങ്ങി വരും കേട്ടോ. നമ്മൾ വ്യക്തിപരമായി സമർപ്പിക്കപ്പെട്ടാൽ മാത്രമേ ദൈവശക്തി നമ്മുടെ മേൽ വ്യാപരിക്കത്തുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആ ശക്തി പ്രാപിച്ചിട്ടേ നാം മടങ്ങിപ്പോകാവുള്ളൂ. ഹല്ലേലൂയ. സമർപ്പിച്ച ദൈവത്തിന് തൊടുവാൻ 1 മിനിറ്റ് മതി കേട്ടോ. ഹല്ലേലൂയ. ദൈവത്തിന് തൊടുവാൻ ചില സെക്കൻഡുകൾ മതി നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ. ഹല്ലേലൂയ. ആള് മാറിയവരെ പോലെ മാറ്റിവിടുവാൻ കഴിയുന്ന ദൈവത്തിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കുമ്പോൾ ഹല്ലേലൂയ, നാം ഏറ്റെടുക്കാൻ കഴിയാതെ പിന്മാറിയിരിക്കരുത്. ദാഹത്തോടുകൂടെ നീർത്തോടിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ എന്റെ ആത്മാവ് നിന്നോട് ചെയ്യുവാൻ കാക്ഷിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവുമായി നിനക്ക് ബന്ധമുണ്ടെങ്കിൽ ഹല്ലേലൂയ, നിന്നെ ക്ഷീണിപ്പിക്കുന്ന, നിന്നെ ഭാരപ്പെടുത്തുന്ന, നിന്നെ രോഗിയായി തളർത്തുന്ന എല്ലാ രോഗബന്ധനങ്ങളിൽ നിന്നും ഹല്ലേലൂയ നീ ഒന്നും കൊടുക്കേണ്ട. ഹല്ലേലൂയ. നീ പണം കൊടുക്കേണ്ട. പണം കൊടുക്കാതെ വണ്ണം നിന്നെ വ്യാപരിക്കുന്ന രോഗബന്ധനങ്ങളെ ദൈവം ഒറ്റ നിമിഷം കൊണ്ട് സൗഖ്യമാക്കി വിടുവാൻ തക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. അങ്ങനെ കാലം ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു ട്രാൻസ്ഫോമറായി ശക്തി വ്യാപരിക്കുന്ന ദേശത്ത്, കുടുംബങ്ങളിൽ, ഹല്ലേലൂയ, ആമേൻ, പട്ടണങ്ങളിൽ, ഹല്ലേലൂയ, ദൈവമില്ലാത്ത ജാതികളുടെ നാടുകളിൽ ദൈവത്തെ വെളിപ്പെടുത്തുന്ന ഒരു ജീവന ട്രാൻസ്ഫോമറായി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ദൈവജനമുള്ളവർ ഹല്ലേലൂയ ആ കരങ്ങളിൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയുമോ? ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഇവക്കാലം അത് പ്രാപിച്ചിട്ട് മടങ്ങി പോകാവൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വാക്യത്തിലേക്ക് മടങ്ങി വരാം. ബാലക്കാർ ക്ഷീണിച്ചു പോകും, യൗവനക്കാർ ഇടൽ വീഴും, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ
ചില കാര്യങ്ങൾ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവശക്തി നമ്മുടെ മേൽ വ്യാപരിച്ചാൽ നമ്മളിൽ ഉണ്ടാകുന്ന ചില ദൈവീയ പ്രവൃത്തികളെ പറഞ്ഞിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവശക്തി നമ്മുടെ മേൽ വ്യാപരിച്ചാൽ നമ്മളിൽ ഉണ്ടാകുന്ന ചില ദൈവപ്രവൃത്തികളുണ്ട്. ഒന്നാമത്തെ പ്രവൃത്തിയാണ് ആത്മാവിൻ്റെ ഐക്യത. എന്താണ് ആത്മാവിൻ്റെ ഐക്യത? നമ്മൾ പലപ്പോഴും പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ എന്താണ് കാണുന്നത്? അന്യഭാഷ പറയുന്ന ഒരു മാധ്യമമാണ് കാണുന്നത്. അന്യഭാഷ വരും കേട്ടോ, അടയാളമായിട്ട് അന്യഭാഷ വരും. അന്യഭാഷ പറഞ്ഞത് കൊണ്ട്, അതുകൊണ്ടാണ് കൊന്നിലേക്ക് വായിക്കുന്നുണ്ട്, നമ്മൾ ദൂതന്മാരുടെയും മനുഷ്യരുടെ ഭാഷയിൽ സംസാരിച്ചാലും അകത്തെന്തില്ല, സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ലെന്നാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ദൈവശക്തി യഥാർത്ഥമായി നമ്മുടെ മേൽ വ്യാപരിച്ചാൽ ദൈവം ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ കാര്യം ആത്മാവിൻ്റെ ഐക്യതയാണ്. ഇന്ന് കുടുംബങ്ങളിലും സഭകളിലൊക്കെ ഐക്യത വന്നുകൊണ്ടിരിക്കുക. ഐക്യത ഇല്ല. എന്തുകൊണ്ടാണ്? പരിശുദ്ധാത്മ ശക്തി ഇന്ന് നഷ്ടപ്പെട്ടു പോയി. പരിശുദ്ധാത്മാവുമായി സഭയ്ക്ക് ബന്ധമില്ലാത്തതുകൊണ്ട് ജഡമുയരുന്നു. ജഡമുയർന്നെങ്കിൽ സഭയിൽ വിഷയങ്ങൾ ഉണ്ടാകും. ഐക്യതയെ കെടുത്തിക്കളയും. പിശാചിന്റെ അല്ലെങ്കിൽ സാത്താന്റെ വലിയ തന്ത്രമാണ് ഐക്യത കെടുത്തിക്കളയുക. കുടുംബങ്ങളിൽ, കുഞ്ഞുങ്ങളിൽ എല്ലാം ഐക്യതയെ കെടുത്തിക്കളയുക പിശാചിന്റെ വലിയ തന്ത്രമാണ്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഈ സാത്താന്റെ വിഷയത്തിൽ അല്ലെങ്കിൽ പിശാചിന് അഭിപ്രായ വ്യത്യാസമില്ല. എന്നാൽ ദൈവമക്കൊന്നുമില്ല, അഭിപ്രായ വ്യത്യാസം ഉണ്ട്, അല്ലേ? അടുത്ത ആഴ്ച നമുക്കൊരു മുഴുരാത്രി പ്രാർത്ഥന വയ്ക്കാം എന്ന് പറഞ്ഞാൽ 10 പേര് വെച്ച് 10 പേര് വരും, 10 അഭിപ്രായം പറയും. അടുത്ത ആഴ്ച 3 days ഫാസ്റ്റിംഗ് പ്രയർ ചർച്ച വയ്ക്കാം എന്ന് പറഞ്ഞാൽ 10 പേര് 10 അഭിപ്രായം പറയും. ഈ യേശു ഗദരദേശത്ത് ചെന്നപ്പോൾ അവിടെ 6000 ഭൂതം ബാധിച്ച ഒരു മനുഷ്യൻ കടന്നു വന്നു. ലഗ്യോൻ എന്ന പേര്. ഈ മനുഷ്യൻ കടന്നു വന്ന് യേശു അടുക്കൽ കടന്നു വന്നു. അപ്പോൾ അവനോടുള്ള ഭൂതാത്മാവ് സംസാരിച്ചു, യേശുവേ, ഞങ്ങളെ സമയത്തിന് മുമ്പേ നശിപ്പിക്കരുത്, ഞങ്ങൾ എന്ത് ചെയ്യണം? ഈ പന്നിക്കൂടത്തിലേക്ക് പറഞ്ഞു വിടും. എത്ര പന്നിയുണ്ട്? എത്ര ഭൂതമുണ്ട്? 6000 ഒരുമിച്ചാണ്, അല്ലേ? എന്നാൽ ആ ഒരുത്തൻ തിരിഞ്ഞെന്ന് പറയാം, നിങ്ങൾ പൊക്കോ, ഞാൻ നിന്നോളാം, ഈ മനുഷ്യൻ തന്നെ നിന്നോളാം, അല്ലെങ്കിൽ ഞാൻ വേറെ മുതൽ പൊക്കോളാം എന്ന് പറഞ്ഞു. 6000 പേര് പറഞ്ഞു. ഇല്ല, അവരൊരു മനസ്സിലാക്കും, അവർ അപ്രീഷിയേറ്റ് ചെയ്യും, അല്ലേ? നമ്മളെന്ത് എന്താ പറയുക, നമ്മൾ എന്ത് പ്രയാസം വന്നാലും നമ്മൾ ആദ്യം ആരെ കുറ്റപ്പെടുത്തുന്നത്? പിശാചിനെയാണ്, അല്ലേ? നമ്മളൊരു കുഴി വീണ് കഴിഞ്ഞാൽ, അല്ലേ, അല്ലെങ്കിൽ വണ്ടി കൊണ്ട് ഇടിച്ചു കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും? പിശാചിന് തന്ത്രമുണ്ട് കേട്ടോ. നമ്മുടെ സ്പീഡല്ല വണ്ടി ഇടിക്കാതിരിക്കും. ഞാൻ പലപ്പോഴും ഈ റോഡിൽ പോകുമ്പോൾ വിചാരിക്കും, ഈ വണ്ടി ഓടിക്കുന്നവർ മര്യാദ കീപ്പ് ചെയ്യുന്നപ്പോഴാണ് എപ്പോഴാണെന്നറിയാം? ക്യാമറ കാണുന്നത്, അല്ലേ? ഈ ടൈം ഈ റോഡിലെല്ലാം ഇങ്ങോട്ട് ഞങ്ങൾ വരുമ്പോൾ എല്ലാം ടൈം ലിമിറ്റുണ്ട്. 30 miles, 40 miles, 60 miles, 50 miles എല്ലാം ഉണ്ട്. ഇത് എന്തിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്? അപകടം ഒഴിവായി കിട്ടുവാനാണ്. ഇടയ്ക്കലോടെ ക്യാമറ ഉണ്ട്. എന്നാൽ ചിലർക്ക് ഈ സ്പീഡ് ലിമിറ്റ് ഒന്നും വിഷയമുള്ള കാര്യമില്ല, അടിച്ചു കിട്ടും. പക്ഷേ ഇവരെപ്പം ചവിട്ടും? ക്യാമറ കാണുമ്പോൾ ചവിട്ടും. നമ്മുടെ വിശ്വാസം ഇരുന്നതന്നെ. ഞായറാഴ്ച വരുമ്പോൾ ക്യാമറ ഉണ്ടെന്നുള്ള പേടിയോടുകൂടെ 2 മണിക്കൂർ ഇരിക്കും. പിന്നെ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ നമ്മുടെ ഇഷ്ടമനുസരിച്ച് നമ്മൾ ഓടിക്കുക, അല്ലേ? അതുകൊണ്ടാണ് പല കഷ്ടതകളും ചെയ്ത് കിടന്നും പല പ്രയാസങ്ങളും പല കഷ്ടതകളും പിശാചിന്റെ കുഴപ്പമല്ല, നമ്മുടെ കുഴപ്പമാണെന്ന് സമ്മതിക്കണം. നമ്മൾ പലപ്പോഴും എല്ലാം എന്താണ്? പിശാചിന്റെ തല കെട്ടിയിരിക്കുക. ഞാൻ പറയാൻ കേട്ടിട്ടുണ്ട്, ഈ ഒരു കിണർ
ഒരു കിണറിൻ്റെ മോളിൽ ഇരുന്നുകൊണ്ട് ഒരു മനുഷ്യൻ ഉറങ്ങുക. ഒരു വിശ്വാസിയാണ്. ഒരു കിണറിൻ്റെ മുകളിൽ ഒരു മനുഷ്യൻ ചാടിയിരുന്ന്, നല്ല ആഴമുള്ള കിണറാണ്. ഈ മനുഷ്യൻ ഇന്ന് ഒരു ഉറങ്ങുക. അപ്പം അതുവഴി രണ്ട് കുട്ടി പിശാചുകൾ കടന്നു പോകും. കുട്ടി പിശാചുകൾ കടന്നു വരിക കേട്ടോ. യഥാർത്ഥം സംഭവിച്ചോന്നല്ല കേട്ടോ. നിങ്ങളെന്നെ നോക്കുമ്പോൾ യഥാർത്ഥം സംഭവിച്ചാണോ നോക്കരുത് കേട്ടോ. രണ്ട് കുട്ടി പിശാചുകൾ നടന്നു വരിക. നടന്നു നിന്നപ്പോൾ ഒരു പിശാച് പറയാണ്, ഇവനെ നമുക്ക് വിളിച്ച് എഴുന്നേൽപ്പിക്കാം. ഇവനെങ്ങാനും ഉറങ്ങി താഴോട്ട് പോയാൽ ഇവൻ നാളെ തന്നെ സഭയിൽ നിന്ന് സാക്ഷ്യം പറയും. പിന്നെ പിശാച് തള്ളിയിടും. നമ്മൾ മനസ്സാ വാച കർമ്മമാണ് നമ്മളറിയാത്ത വിഷയം. അതുകൊണ്ട് ഇവനെ നമുക്ക് എഴുന്നേറ്റ് ഇട്ടേക്കാം. ഓടി വന്ന് അവൻ്റെ തലയിൽ നോക്കും, ഓടാ നീ നാളെ തന്നെ സാക്ഷ്യം പറയും, ഞാൻ തള്ളിയിട്ടേക്കും. ഹലോ. അപ്പോൾ എല്ലാ കഷ്ടതകളും പിശാച് വരുത്തിരിക്കുന്നതാണ് അല്ല. ഹലോ. നമ്മൾ വിശ്വാസത്തിൽ നിൽക്കേണ്ടതുപോലെ നിൽക്കാതെ വണ്ണം നമ്മൾ പലപ്പോഴും പ്രതിസന്ധികൾ കൊണ്ടിട്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികൾ നമ്മൾ തന്നെയാണ് കാരണക്കാർ. ഹല്ലേലൂയ. അതുകൊണ്ട് എല്ലാത്തിനെയും നമ്മൾ പിശാചിനെ പഴി പറയരുത്. എവിടെങ്കിലും മടങ്ങി വരണമെങ്കിൽ മടങ്ങി വരണം. ഹല്ലേലൂയ. ആരാധനകളിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങി വന്നാൽ നിലവിളി ഉണ്ടാകും, കണ്ണുനീരുണ്ടാകും, മാനസാന്തരം ഉണ്ടാകും. ഹല്ലേലൂയ. ദൈവാത്മാവിനെ പ്രവർത്തിപ്പാൻ നാം ഇടം കൊടുക്കണം. നാം പിശാചിന് ഇടം കൊടുക്കരുത്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് സഭയുടെ ഐക്യത, നമ്മുടെ കുടുംബങ്ങളുടെ ഐക്യത നഷ്ടപ്പെടുന്നത്? നാം പിശാചിന് ഇടം കൊടുക്കുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. നാം അവന്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ദൈവജനം ഐക്യതയോടെ നിന്നാൽ മാത്രമേ പിശാചിന്റെ തന്ത്രങ്ങൾ തകർക്കപ്പെടുകയുള്ളൂ. ഹല്ലേലൂയ. ദൈവം നമ്മളെ ആക്കി വച്ചിരിക്കുന്ന സഭയിൽ നാം ഐക്യതയോടെ നിന്നാൽ, ഹല്ലേലൂയ, നാം ആരും പ്രയത്നിക്കേണ്ട. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന്, ഹല്ലേലൂയ, ശത്രുവിന്റെ സകല കോട്ടകളെ തകർക്കുവാൻ തക്കവണ്ണം റെഡിയായിരിക്കും. ഹല്ലേലൂയ. പക്ഷേ നാം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എരിയോ കോട്ട വീഴ്ത്തണമെന്ന് യോശുവ മാത്രം വിചാരിച്ചാൽ പോലെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം പലപ്പോഴും പറയുന്നത് എന്താണ്? പാസ്റ്റർ മല്ല് പിടിച്ചോ, ഞങ്ങളൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് പൊക്കോളാം. പ്രൈസ് ദി ലോർഡ്. പാസ്റ്ററിന് മല്ല് പിടിച്ചോ, ഞങ്ങളൊക്കെ ഇരുന്നിട്ട് പൊക്കോളാം. നിങ്ങളാരും പണം തരുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം യോശുവ പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യണം? നീ ജനം എന്ത് ചെയ്യണം? 6 ദിവസം യെരിഹോവിനെ ചുറ്റണം. 7-ാം ദിവസം ചെയ്യണം, കാഹളം ഊതണം. എന്തുകൊണ്ടാണ് ഈ 6 ദിവസം മിണ്ടലെന്ന് പറഞ്ഞത്? മിണ്ടിയാൽ എന്ത് ചെയ്യും? അഭിപ്രായമുണ്ട്. ഇന്ത്യ അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞു, നമ്മളെക്കാൾ അധികമാണ് നമ്മളെ ആർക്കറിയാം? ദൈവത്തിന് നല്ലവണ്ണം അറിയാം. അവൻ നമ്മുടെ പ്രകൃതിയെ അറിയുമല്ലോ. ഹല്ലേലൂയ. നമ്മുടെ സ്വഭാവം എന്താണെന്ന്, നമ്മുടെ ചിന്ത എന്താണെന്ന്, നമ്മുടെ പിന്മാറ്റം എന്താണെന്നൊക്കെ ദൈവത്തിന് നല്ലവണ്ണം അറിയാം. ഹല്ലേലൂയ. ഇവൻ നാവെടുത്താൽ പിന്മാറ്റേ പറയത്തുള്ളൂ, അവിശ്വാസം പറയത്തുള്ളൂ. ദൈവത്തിന് നല്ലവണ്ണം. അതുകൊണ്ടാണ് 6 ദിവസം മിണ്ടലെന്ന് പറഞ്ഞത്. ഹല്ലേലൂയ. നിന്റെ അഭിപ്രായം പറയും. അതുകൊണ്ടാണ് മിണ്ടലെന്ന് പറഞ്ഞത്. എന്നാൽ 7-ാം ദിവസം ചെയ്യണം, നീ അതിനെ തോന്നില്ല, മിണ്ടണം. കാഹളം ഊതുമ്പോൾ, ഹല്ലേലൂയ, ജനമാർക്കുമ്പോൾ, ഒന്നിച്ചാർക്കുമ്പോൾ, ഹല്ലേലൂയ, എരിഹോ കോട്ട തകരുവാൻ തക്കവണ്ണം റെഡിയായിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. കാലം പല ആരാധനകൾ അടഞ്ഞെടുക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഈ ദേശത്ത് പല ആരാധനകൾ അടഞ്ഞെടുക്കുകയാണ്. ദേശത്തിന്റെ അധിപതികൾ ദേശത്തെ സത്യാരാധന വെളിപ്പെടുവാൻ കഴിയാതെ വണ്ണം, ആമേൻ, സഭയുടെ ഐക്യത കെടുത്തി ദേശത്ത് വെളിപ്പെടേണ്ട ദൈവത്തിന്റെ പ്രവർത്തികൾ വെളിപ്പെടുവാൻ കഴിയാതെ വണ്ണം സഭയിൽ ഐക്യത നഷ്ടപ്പെട്ടു പോകുമ്പോൾ, തിരിച്ചറിവ് പ്രാപിച്ച നമ്മൾ ഐക്യതയുടെ ആത്മാവിനാൽ നിറയപ്പെട്ട, ഹല്ലേലൂയ, നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന എല്ലാ കോട്ടകളെ തകർക്കുന്ന ദൈവശക്തി വ്യാപരിക്കും. ഹല്ലേലൂയ. നിന്റെ ദേശത്ത് നിർത്തുകയെന്ന് വാദിക്കുന്നതായ, ആമേ, സഭയെ പൊളിച്ചു കളയുന്നതായ, സഭയെ നേതൃത്വത്തിൽ നിന്ന് വാദിക്കുന്നതായ ചില കോട്ടകൾ നീ ഒന്നും ചെയ്യേണ്ട. നീ ഐക്യതയോടെ നിന്ന, ഹല്ലേലൂയ, നീ അയക്കുന്ന സഭയിൽ ശുശ്രൂഷയോട് ചേർന്ന്, ദേവദാസനോട് ചേർന്ന് കരം കൊടുത്തുകൊണ്ട് പ്രാർത്ഥിപ്പാൻ നീ ഒരുക്കമെടുത്താൽ, ഹല്ലേലൂയ, നീ സമർപ്പിച്ച, നീ ഒന്നും ചെയ്യേണ്ട. നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയുണ്ട്. ഹല്ലേലൂയ. അവൻ
കോട്ടകളെ ഇടിച്ചു തകർക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. ഹല്ലേലൂയ. സ്വരൂപാവിൽ നിന്നോട് നിൽക്കുന്ന മഹാപർവ്വതം സമൂഹയാകും. എങ്ങനെയാ ഇനിയാകുന്നതല്ല. ഹല്ലേലൂയ. സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, എന്റെ ആത്മാവിനാൽ തന്നെ. ഹല്ലേലൂയ. ദേശത്ത് നീ ആത്മാവിൽ ഐക്യതയോടെ നിന്നാൽ, ഹല്ലേലൂയ, നിന്റെ പവർ കൊണ്ടല്ല, നിന്റെ ശക്തി കൊണ്ടല്ല, ദൈവത്തിന്റെ ആത്മാവിന്റെ പവർ കൊണ്ട് നിന്നെ വ്യാപരിക്കുന്ന നിങ്ങൾക്ക് നിൽക്കുന്നതായ ദൈവത്തോടെ തകർത്തു മാറ്റിക്കൊണ്ട് വാഗ്ദത്തങ്ങളെ പിടിച്ചെടുക്കുവാൻ ദൈവം നിന്നെ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നവർ ആ കാര്യങ്ങളെ തട്ടി ദൈവത്തിന്റെ മകളുടെ നാട്ടെ. ഹല്ലേലൂയ. 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 ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നിറങ്ങുമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. ഐക്യതയുടെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്ന ജീവിതമുണ്ട്. ഹല്ലേലൂയ. എന്നെ ആഗ്രഹിക്കുന്ന കുടുംബത്ത്, എന്നെ അയക്കുന്ന സഭയിൽ ഐക്യതയെ കൊടുത്തിക്കളയുന്ന ശത്രുവിനെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആത്മാവിന്റെ ഐക്യതയോടുകൂടെ നീ ഒഴിപ്പാൻ നീ ഹൃദയം വെച്ചാൽ നിനക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്ന ആ ദൈവത്തിന്റെ ശക്തി ഓർത്തുകൊണ്ട്, ദൈവത്തിന്റെ വ്യാപാര ശക്തി ഓർത്തുകൊണ്ട്, ഹല്ലേലൂയ, ആ ദൈവത്തിന് മതപ്പെടുത്താണ്ട് എന്നിലേക്ക് നിങ്ങളിലേക്ക് ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രവർത്തി വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. നമുക്കറിയാമല്ലോ, ഒരു 120 സംഘം മാർക്കോസിന്റെ മാളുകൾ ഒന്നിച്ചു കൂടിയിരിക്കുക. 120 സംഘം എല്ലാവരും ഉണ്ട് കേട്ടോ. യേശുവിന് അമ്മയായ മറിയുണ്ട്, മഗ്ദലക്കാരത്തി മറിയുണ്ട്, യേശുവിനെ അനുകരിച്ച സ്ത്രീകളുണ്ട്, 12 ശിഷ്യന്മാരുണ്ട്, 120 അടങ്ങുന്ന സംഘം മാർക്കോസിന്റെ മാളിൽ കൂടി ഒന്നിച്ചു കൂടിയിരിക്കുക. ഇവരെ പഠിക്കുമ്പോൾ പഠിക്കുവാനുണ്ട് കേട്ടോ. പിതാവ് വാഗ്ദത്തം ചെയ്ത ദൈവശക്തി പ്രാപിക്കുന്നതിന് മുമ്പ് ഇവരിലൊന്നുണ്ടായിരുന്നു, ഐക്യതയുണ്ട്. അവിടെ വായിക്കുന്നു, അവർ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരുന്നു. ഒരുമനപ്പെട്ട്. ഹല്ലേലൂയ. ആ ഒരുമനപ്പെട്ടിരിക്കുന്ന 120 സംഘത്തിന്മേലാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങിയത്. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങണമെങ്കിൽ എന്ത് വേണം? ഐക്യത വേണം, ഒരുമനപ്പെട്ടിരിക്കണം. ഹല്ലേലൂയ. ഒരുമനപ്പെട്ട് ഇരുന്നാൽ ദൈവശക്തി വ്യാപിക്കുന്നുണ്ട്. ഹല്ലേലൂയ. 120 സംഘം ഒരുമനപ്പെട്ടിരുന്ന ദൈവശക്തി പ്രാപിച്ചു. അവിടെ വായിക്കുന്നുണ്ട്, ഒരുമനപ്പെട്ടിരിക്കാൻ ഞാൻ വായിച്ചപ്പോൾ ദൈവാത്മാവ് എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യമുണ്ട്. പത്രോസ് എഴുന്നേറ്റു. ഈ പത്രോസ് എഴുന്നേറ്റപ്പോൾ അവിടെ വായിക്കുന്നുണ്ട് 11 പേരോടും കൂടെ എഴുന്നേറ്റു. അതെങ്ങനെ സംഭവിക്കുന്നു? ഒരാൾ എഴുന്നേറ്റാൽ പോലെ 11 പേരോടുകൂടെ പത്രോസ് എഴുന്നേറ്റ്. അങ്ങനെയെങ്കിൽ പത്രോസ് നിൽക്കുമ്പോൾ കുറേ എത്ര പേരുണ്ട്? നിൽക്കുന്നുണ്ട്. 11 പേരും നിൽക്കുന്നുണ്ട്. പത്രോസ് വായ തുറന്നു. ഹല്ലേലൂയ. ഐക്യതയുടെ ആത്മാവിനെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് വായിക്കുമ്പോൾ കാണുന്നുണ്ട്, വിവേകത്തിൻ്റെയും സുബോധത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും ആത്മാവാണ്. തിരിച്ചറിയുക. അതാണ് ആത്മീയനെ തിരിച്ചറിയുക. പത്രോസ് വായ തുറന്നപ്പോൾ യേശുവിൻ്റെ അമ്മ പറഞ്ഞില്ല, ഞാനാണ് അവനെ ജനിപ്പിച്ചത്. ആരാണ്? യേശുവിനെ. അതുകൊണ്ട് പറയുവാൻ എനിക്കാണ് ഒന്നാം സ്ഥാനം. എനിക്കാണ്. ഞാൻ പ്രാഗൽഭ്യമുള്ളത് എനിക്കാണ്. ഞാനാണ് പറയേണ്ടത്. കാരണം പ്രായത്തിന് ഇവരെക്കാളെല്ലാം മൂത്തതാണ് യേശുവിൻ്റെ അമ്മ മറിയ. മഗ്ദലക്കാരത്തെ മറിയ പറഞ്ഞില്ല, യേശു ഉയർത്തെഴുന്നേറ്റെന്ന് ആദ്യ ശിഷ്യൻ നിങ്ങളോട് പറഞ്ഞതാരാണ്? ഞാനാ പറഞ്ഞത്. അതുകൊണ്ട് എനിക്കാണ് പറയാനുള്ള യോഗ്യത. ഹല്ലേലൂയ. യേശുവിന്റെ മാറോട് ചാരിക്കിടന്ന യോഹന്നാൻ പറഞ്ഞില്ല, ഞാനാണ് ആ സ്നേഹം രുചിച്ചറിഞ്ഞത്, ഞാനാ പറയണത്. പറഞ്ഞു ഇല്ല, ആരും ഒന്നും പറഞ്ഞില്ല. പത്രോസ് എഴുന്നേറ്റപ്പോൾ 11 പേരും എഴുന്നേറ്റ്. എന്താ അവർ പറയുന്നത്? പത്രോസെ, നീ ഒരുവൻ പറഞ്ഞാൽ മതി, അത് ഞങ്ങൾ 11 പേരും പറയുന്നത് പോലെയാണ്. അതാണ് ഐക്യത ആത്മാവ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പത്രോസെ, നീ പറഞ്ഞാൽ മതി, ഞങ്ങൾ 11 പേരും പറയുവാനിരിക്കുന്നത് ദൈവം നിന്റെ നാവിലൂടെ പറഞ്ഞോളൂ. ഹല്ലേലൂയ. ഞങ്ങളാരും മുമ്പനാകുവാൻ ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നില്ല. ആത്മാവിന്റെ ഐക്യത വന്നാൽ ആമേൻ പൊസിഷനുകളും ഒന്നാമനാകാനുള്ള
നിന്റെ വ്യഗ്രതി തകർക്കപ്പെടും. ഹല്ലേലൂയ. ദൈവജനം പഠിക്കുന്നത് നമുക്കെല്ലാം ഇഷ്ടം എന്താണ്? ഒന്നാമനാണ്. എനിക്ക് ഒന്നാമനാണ്. യേശു എന്താ വിളിച്ചത്? നിങ്ങളിൽ ഒന്നാമനാവുമ്പോൾ ഇച്ഛിക്കുന്നതല്ല, അവന്റെ ദാസനാണ്. അങ്ങനെ കഴിയുമോ? ഭയങ്കര പാടല്ലേ? നമുക്ക് ഒന്നാം സ്ഥാനം കിട്ടിയാൽ മതി, ദാസന്റെ വേല ചെയ്യണം. എന്താ ദാസന്റെ പ്രത്യേകത? എന്താ? യജമാനൻ പറയുന്നതല്ല ചെയ്യണം, സ്വാതന്ത്ര്യമുണ്ട്. യജമാനൻ പറയുന്നതല്ല ചെയ്യണം. നമുക്കത് പറ്റുമോ? നമ്മൾ പലരെയും ചെയ്യിച്ചുകൊണ്ടിരിക്കുക. നമുക്കിഷ്ടം എന്താണ്? നമ്മളെല്ലാവരും എന്താണ്? റിമോട്ട് കൺട്രോൾ വെച്ച് അല്ല, അങ്ങോട്ട് പോവുക ഇങ്ങോട്ട് പോവുക. നമുക്കിതിഷ്ടം. നാം ചെയ്യാൻ നമുക്കൊരിക്കലും ഇഷ്ടമല്ല. മർക്കോസിന്റെ മാളികമുറിയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ അവിടെ ഉണ്ടായത് ആത്മാവിന്റെ ഐക്യതയായിരുന്നു. ഹല്ലേലൂയ. പത്രോസ് എഴുന്നേറ്റ് നിന്നപ്പോൾ അവരാരും പത്രോസിനെ പിടിച്ചിരുത്തില്ല. നാം എന്താണ് പിടിച്ചിരുത്തുക? ഞാൻ പറയാം. ഹല്ലേലൂയ. എന്നാൽ ഐക്യതയുടെ ആത്മാവ് വെളിപ്പെട്ടപ്പോൾ പത്രോസെ നീ പറഞ്ഞാൽ മതി, പുറകിൽ നിങ്ങളുടെ സപ്പോർട്ടിനുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. എത്രയൊക്കെ മനസ്സിലായി? നമ്മുടെ സഭകളിൽ ഐക്യത വെളിപ്പെട്ടാൽ ദൈവത്തിന്റെ പ്രവൃത്തികൾ കടന്നു വരുമോ? വെളിപ്പെടും. ഹല്ലേലൂയ. എന്താ റിസൾട്ട്? പത്രോസ് വായി തുറന്ന് സംസാരിച്ചു. 3000 പേര് രക്ഷിക്കപ്പെട്ട് സഭയോട് ചേർന്നു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ സഭയ്ക്കകത്ത് ആത്മാക്കൾ കടന്നു വരണമെങ്കിൽ എന്നിലും നിങ്ങളിലും എന്നുണ്ടാകണം? ആത്മാവിന്റെ ഐക്യത ഉണ്ടാകണം. ഹല്ലേലൂയ. നാം പലപ്പോഴും കർത്താവേ ഞങ്ങളുടെ അതിരുകളെ വിശാലമാക്കി തരണം, ആത്മാക്കളെ തരണം. ആമേൻ. വേല വളരണം. ശരിയാണ്. നമ്മളിൽ വല്ല പരിവർത്തനം നടക്കുന്നുണ്ടോ? നമ്മുടെ മനോഭാവത്തിന് വ്യത്യാസം ഉണ്ടാകുന്നുണ്ടോ? ഹല്ലേലൂയ. നമ്മളിൽ മനോഭാവത്തിന് വ്യത്യാസം ഉണ്ടാകുന്നില്ല എങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി തടസ്സപ്പെട്ട് കിടക്കുകയാണ്. നാം ആരും പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിക്ക് തടസ്സമായി തീരരുത്. ഇന്ന് പകൽക്കാലം ആര് ശുശ്രൂഷിച്ചാലും, ആര് പാട്ടുപാടിയാലും, ഹല്ലേലൂയ, ആര് പ്രാർത്ഥിച്ചാലും, ഹല്ലേലൂയ, കർത്താവേ അങ്ങയുടെ പ്രവൃത്തി വെളിപ്പെടണമെന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ഒരു സപ്പോർട്ടായി ആത്മാവിന്റെ ഐക്യതയോടെ നീ എഴുന്നേൽക്കാൻ തയ്യാറാണോ? ഹല്ലേലൂയ. നിന്നെ കൊണ്ട് വാഗ്ദാനങ്ങളെ ചെയ്യിക്കുവാൻ ഒരു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി സഭകളിൽ വെളിപ്പെടും. ഹല്ലേലൂയ. അത് ദേശങ്ങളിൽ വെളിപ്പെടും. ഹല്ലേലൂയ. ഇതുപോലെ ആത്മാക്കൾ സഭയിൽ കടന്നു വരുവാൻ നമ്മൾ വഴിയായിത്തീരും. ഹല്ലേലൂയ. അതിരുകൾ വിശാലമാക്കി തന്നതോടൊപ്പം തന്നെ കർത്താവേ ഞങ്ങളിൽ ആത്മാവിനെ ഐക്യതയൊന്നും ഉണർത്തുന്ന കർത്താവേ, ആത്മാവിനെ ഐക്യത കടന്നു വന്നാൽ വേറെ പ്രശസ്തി നിൽക്കത്തില്ല. ദീപരാക്കട്ടുകൾക്ക് വേണ്ടി ഒരു ദാസനെ പോലെ യജമാനെ ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്ത ദാസനെ പോലെ ഓടുവാൻ തക്കവണ്ണം ദൈവം നിനക്ക് ബലം തരും. ഹല്ലേലൂയ. ആര് റിവാർഡ് തന്നില്ലായെങ്കിലും, ആര് പ്രതിഫലം തന്നില്ലായെങ്കിലും, പ്രതിഫലം തരുന്ന ദിവസമുണ്ട്. അന്ന് നിന്നെ മാനിക്കുന്ന ഒരു സ്വർഗമുണ്ട്. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ഒരുപാട് നോക്കിക്കൊണ്ട് പ്രതിഫലം നോക്കിക്കൊണ്ട് നീ സൂക്ഷിച്ച കാര്യം ചെയ്യരുത്. ഓടരുത്. ഹല്ലേലൂയ. അതെല്ലാം നശിച്ചു പോകുന്നതാണ്. എന്നാൽ അങ്ങേ കരയിൽ ചെല്ലുമ്പോൾ ഹല്ലേലൂയ എന്റെ പ്രവൃത്തിക്ക് ഒത്തവണ്ണം എന്നെ മാനിക്കുന്നത് സ്വർഗമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആത്മാവിന്റെ ഐക്യതയോടുകൂടെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടുകൂടെ നീ ദേശങ്ങളിലേക്ക് വ്യാപിച്ചെന്നാൽ ഹല്ലേലൂയ നിന്നിലൂടെ അനേക ആത്മാക്കൾ നിന്നോട് ചേർന്ന് കൈയടിച്ച് ആരാധിക്കുന്നതിന് വേണ്ടി ദൈവം ഇതിനകത്ത് കൊണ്ടുവരും. വിശ്വസിക്കുന്നുണ്ടോ? Praise the Lord. Hallelujah. Amen. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. ഒരു കാര്യം പറയുവാനുണ്ട്. ഞാൻ നിർത്തുവാൻ ഒരു കാര്യം ഓർപ്പിച്ച് നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. അടുത്ത ദൈവപ്രവൃത്തിയാണ് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 21-ാം വാക്യം വായിച്ചത്. ഫിലിപ്പിയ chapter 3 verses 21. പ്രൈസ് ദി ലോർഡ്. ഒന്നിച്ച് പറയുന്നത് അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തിയാൽ
നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി കരമേഖലത്തിൽ ആമേൻ പറയുവാൻ കഴിയുമോ? ഹല്ലേലൂയ. ഈ ശരീരം എന്താണ്? താഴ്ചയുള്ള ശരീരമാണ്, രോഗമുള്ള ശരീരമാണ്, വേദനയുള്ള ശരീരമാണ്, പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ശരീരമാണ്. എന്നാൽ അവൻ്റെ വ്യാപാര ശക്തി കൊണ്ട് താഴ്ചയുള്ള നമ്മുടെ ശരീരത്തെ മഹത്വമുള്ള തൻ്റെ ശരീരത്തോട് അനുരൂപമാക്കപ്പെടും. ഹല്ലേലൂയ. കർത്താവിൻ്റെ വരവെങ്കിൽ മഹത്വമുള്ള ശരീരം പ്രാപിക്കണമെങ്കിൽ ആ ദൈവശക്തി നിന്റെ മേലിൽ വ്യാപിക്കണം. ഹല്ലേലൂയ. അവൻ്റെ വ്യാപാര ശക്തിയാണ്. ഹല്ലേലൂയ. നാം പലപ്പോഴും തിരിച്ചറിയുന്നില്ല, നമ്മുടെ പ്രത്യാശയെക്കുറിച്ച് നമ്മൾ പലപ്പോഴും തിരിച്ചറിയുന്നില്ല. പ്രത്യാശകൾ തിരിച്ചറിഞ്ഞാൽ നാം ആരെങ്കിലും ജീവിക്കുന്നില്ല. നമ്മൾ പലപ്പോഴും കേവലം വിശ്വാസിയായി, ഒരു ബന്ധുക്കോസുകാരനായി ഏതെങ്കിലും പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട്, പ്രസ്ഥാനം നല്ലതാണ്, പ്രസ്ഥാന ലേബലിൽ നിന്നൊരു വെറും വിശ്വാസിയായി പോകുവാൻ നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുന്നു, പ്രത്യാശയില്ല. ഹല്ലേലൂയ. നമുക്ക് ലഭിക്കുന്നൊരു സൗഭാഗ്യമുണ്ടോ? തിരിച്ചറിയാം കേട്ടോ. നമ്മുടെ ഈ ശരീരം മാറി മഹത്വമുള്ളൊരു ശരീരമായി മാറ്റപ്പെടും. ഹല്ലേലൂയ. യോഹന്നാൻ എഴുതിയ ലേഖനത്തിൽ 1 ജോൺ നാം പഠിക്കുമ്പോൾ അതിന് 3:2 കാണുന്നുണ്ട്, നാം ഇപ്പോൾ എന്താകുമെന്ന് നാം തിരിച്ചറിയുന്നില്ല, ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താങ്ങിയിരിക്കുന്നത് പോലെ കാണുന്നതുകൊണ്ട് അവനോട് സദൃശന്മാരാകും. ഹല്ലേലൂയ. കാഹളം ധനിക്കുമ്പോൾ നാം അവനെ പോലെ ആയിത്തീരണമെങ്കിൽ, ഹല്ലേലൂയ, നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ കർത്താവ് നമുക്ക് എന്താ ആഗ്രഹിക്കുന്നത്? ഓരോ ദിവസവും ക്രിസ്തു എന്ന തലയോളം വളരണം. ഹല്ലേലൂയ. ക്രിസ്തു എന്ന തലയോളം എന്താണ് വരേണ്ടത്? എന്തിനാ വളരേണ്ടത്? കർത്താവ് വരുമ്പോൾ നാം അവനെ പോലെ ആയിത്തീരുവാനാണ്. നാം അവനെ പോലെ സദൃശന്മാരായിത്തീരും. ഹല്ലേലൂയ. എങ്ങനെ തീരും? നമ്മളെ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിനെ അടക്കം ചെയ്തു, ജോസഫിന്റെ കല്ലറയിൽ അടക്കം ചെയ്തു. പക്ഷേ മരണത്തിന് അവനെ പിടിച്ചു വയ്ക്കുന്ന അസാധ്യമായിരുന്നു. ഹല്ലേലൂയ. അവന്റെ ശരീരം ദ്രവത്വം കണ്ടില്ല. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് കാണാഞ്ഞത്? അവൻ്റെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുണ്ട്. ഹല്ലേലൂയ. അവൻ്റെ താഴ്ചയുള്ള ശരീരത്തെ, ഹല്ലേലൂയ, മണ്ണിന് വിട്ടുകൊടുക്കാതെ, ദ്രവത്വം കാണാതെ ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി വന്നു. 3-ാം നാമ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ അതുപോലെ കാഹളം ധ്വനിക്കുമ്പോൾ, ഹല്ലേലൂയ, കർത്താവ് വരുവാൻ താമസിച്ചാൽ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കപ്പെടും. വിശ്വസിക്കുന്നവരുണ്ടോ? ഹല്ലേലൂയ. അങ്ങനെ ഒരു ഭാഗ്യം ആമേ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. ആ പരിശുദ്ധാത്മയുടെ ശക്തിയോട് നിറയപ്പെടുവാൻ കഴിയുമോ? അളവുകൂടാതെ, ഹല്ലേലൂയ, വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വളർച്ച വഴിപ്പ് ഒന്ന് കാണേണ്ടത്. കർത്താവേ, എന്റെ കണ്ണുകൾ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ഇതൊക്കെ അങ്ങനെ കാണുപോകുന്നാൽ, ഹല്ലേലൂയ, നിന്നെ താഴ്ചയുള്ള നിന്റെ ശരീരത്തെ, ഹല്ലേലൂയ, അല്പസമയം മണ്ണോട് ചേർന്നാൽ കാഹളം ധ്വനിക്കുമ്പോൾ, ഹല്ലേലൂയ, നീ മനുഷ്യമായിട്ടുള്ള എഴുന്നേൽക്കുന്നത് ആർക്കും തുറക്കുവാൻ കഴിയാത്ത ഒരു മനുഷ്യനെ പ്രാപിച്ചിട്ടുണ്ട്. അവരോട് സദൃശനായി തീരുമെങ്കിൽ ഇന്നത്തെ കാലം ആ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ തക്കവണ്ണം ഇന്നുപോലെ ഒരുക്കി കൊടുത്താൽ നമ്മുടെ കണ്ണുകളെല്ലാം നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നുപോലെ കാലം ദൈവം കേട്ട ദൈവത്തിന് മുമ്പേ നമ്മൾ സമർപ്പിച്ചാണ്. ഹല്ലേലൂയ. ആ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ പ്രാപിച്ചാണ്. ഹല്ലേലൂയ. അളവ് കൂടാതെ കൊടുപ്പാനും കഴിയുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ എത്രത്തോളം അളവ് കൂടാതെ കൊടുപ്പാൻ അവന് കഴിയും. നീ എത്രത്തോളം വിശ്വസിക്കുന്നുവോ അത്രത്തോളം അളവ് കൂടാതെ അവൻ പരിശുദ്ധാത്മാവിനെ തരുവാൻ തക്കൊണ്ട് വഴിയായിത്തീരും. അങ്ങനെയെങ്കിൽ അവന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. നമുക്ക് കർത്താവിലൂരില്ല ഈ ദൈവശക്തിയാൽ അറിയപ്പെടുക. കർത്താവ് ഏവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. വചനം സംസാരിക്കാൻ തക്കണം സ്വീകരിക്കുന്ന
കർത്താവിൻ്റെ ദാസന്റെ സഭകളോട് നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. കർത്താവ് ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. God bless you.